Hello. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെറിയ തീർത്ഥാടനമാണ് കേട്ടോ. തീർത്ഥാടനം എന്നല്ല, വലിയ ലോങ് ട്രിപ്പൊന്നും അല്ല. എന്നാലും ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു വയ്യായികയൊക്കെ വന്നായിരുന്നു. അപ്പോൾ ആ സമയത്ത് അമ്മ നേർന്നിട്ടുണ്ടായിരുന്നതാണ് കുടുവായിട്ട് ചോറ്റാനിക്കര അമ്മേനെ തൊഴാൻ വേണ്ടി വരാം എന്നുള്ളത്. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നപ്പോഴേക്കും അമ്മ പറഞ്ഞത് സൺഡേ അമ്മയ്ക്ക് പോകണ്ട, അമ്മ ലീവാണ്, അപ്പോൾ സൺഡേ നമ്മൾക്ക് എന്നാൽ അമ്പലത്തിൽ പോവാം, അച്ഛനും ഉണ്ട്, നമുക്ക് മൂന്നാർ കൂടി പോവാം എന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പോവാം. അപ്പോൾ അമ്മയുടെ കുടുംബാമ്പലത്തിലും കൂടി പോകണമായിരുന്നു. അപ്പോൾ എന്നാൽ നമുക്ക് രാവിലെ ചോറ്റാനിക്കരയ്ക്ക് പോയിട്ട് അതുവഴിക്ക് നമുക്ക് കുടുംബാമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. അങ്ങനത്തെ രാവിലെ ഒരു 8-9 മണിയോടെ ഞങ്ങൾ ചോറ്റാനിക്കര അമ്പലത്തിൽ വന്നു കേട്ടോ. അമ്പലത്തിൽ വന്ന് നേരത്തെ കണ്ട ക്യൂ നമ്മൾ ഫുഡ് കഴിക്കാനല്ല തൊഴാൻ വേണ്ടിയിട്ടായിരുന്നു. ഞായറാഴ്ച അത് കാരണം നല്ല തിരക്കായിരുന്നു. അങ്ങനെ തൊഴുതിറങ്ങിയപ്പോഴേക്കും നമുക്ക് ഒരു കുപ്പി വെള്ളം അവർ തന്നു കേട്ടോ. അങ്ങനെ ഒരു കുപ്പി വെള്ളം കുടിച്ചിട്ട് ഞങ്ങൾ ആ കീഴ്ക്കാവിലോട്ട് പോവാണ്. ഞാൻ കുറേ നാളായി വന്നിട്ട്, ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് വന്നതായിരുന്നു. കാരണം ആമീനെ മുട്ടടിക്കാൻ വേണ്ടി പഴനിക്ക് പോകണമായിരുന്നല്ലോ. അപ്പോൾ പഴനിക്ക് പോകുന്ന ആ സമയത്ത് ഞങ്ങൾ വന്നതായിരുന്നു. ഇനി ഞാൻ ഇപ്പോഴാണ് കേട്ടോ വരുന്നത്. അന്ന് കണ്ട പോലെ അല്ല കേട്ടോ, വഴികൾ മാറി ഒരുപാട് വേറെ വെച്ചാൽ മതിലുകൾ പോലെയൊക്കെ കെട്ടി വേർതിരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കീഴ്ക്കാവിലും തൊഴുതിറങ്ങി. അപ്പോൾ കുടുനും മുല്ലപ്പൂവൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫസ്റ്റ് കണ്ടല്ലോ, നമ്മൾ ഇറങ്ങിയ സമയത്ത് തന്നെ പൂവ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നാം കുടുന് വെക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പൂവൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കീഴ്ക്കാവിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അയ്യപ്പൻ്റെ അടുത്ത് വന്നു. അവിടെ വന്നിട്ട് ഇതാ എള്ളുതിരി കത്തിക്കുകയാണ്. എള്ളുതിരിയും കത്തിച്ചിട്ട് ഞങ്ങളിതാ അമ്പലത്തിന് വലം വെക്കാനായിട്ട്. അപ്പോൾ ഭജന ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് കാറും ഒച്ചയും ബഹളവും ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ബാധയുള്ള ആൾക്കാരൊക്കെ കീഴ്ക്കാവിലിരിക്കുന്നവർ. സത്യം പറഞ്ഞാൽ ചോറ്റാനിക്കരയിൽ പോകുമ്പോഴത്തേനും ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ ഗുരുതിക്ക് പങ്കെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. കാണുമ്പോഴത്തേനും നമുക്ക് വല്ലാത്തൊരു അനുഭവമാണ്. നമ്മളിങ്ങനെ ഉണ്ട്, അല്ലെങ്കിൽ ബാധ കയറുന്നതാണ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ നേരിട്ട് കാണുമ്പോഴല്ലേ ആ ഒരു ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഇങ്ങോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി, അമ്പലത്തിൻ്റെ അന്നദാനം ഉണ്ടായിരുന്നു. അങ്ങനെ ക്യൂ ഒക്കെ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ട് അതിനിടയ്ക്ക് ഒരു കൈനോട്ടക്കാർ ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു. അമ്മേനെ നോക്കിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഏറെക്കുറെയൊക്കെ സെറ്റായിരുന്നു. അത് ഇപ്പോൾ എല്ലാവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണല്ലോ. എന്നാലും വലിയ കൗതുകമായിട്ട് എനിക്ക് തോന്നിയില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാ നേരെ അമ്മയുടെ കുടുംബാമ്പലത്തിലോട്ട് പോവാണ്. കൂട്ടേക്കാവെന്നാണ് കേട്ടോ അമ്പലത്തിൻ്റെ പേര്. എനിക്ക് കറക്റ്റ് സ്ഥലം എനിക്കറിയില്ല. നമുക്ക് പൂത്തോട്ട വഴിയും പോകാം, അതല്ലാണ്ട് നമ്മൾക്ക് വൈറ്റിൽ വന്നിട്ട് അവിടെ നിന്ന് നടക്കാവോ അങ്ങനെ എന്തോ തൃപ്പൂണിത്തുറയാണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് പ്രോപ്പർ സ്ഥലം എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ ഇവിടെ വന്നു. ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് വരുന്നത്. അമ്മയുടെ അച്ഛൻ്റെയൊക്കെ കുടുംബമാണ്. അങ്ങനെ അവിടെ വന്നു. അവിടെ ഒരു നല്ലൊരു അന്തരീക്ഷമാണ്, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവിടെ വന്ന് കുറച്ച് സമയം, നമ്മൾ നേരത്തെ ആയിരുന്നു വന്നത്, പൂജയ്ക്ക് മുന്നേ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കാരണം അമ്പലമുറ്റത്തും കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ഇരുന്ന് അങ്ങനെ വഴിപാടൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി നേരെ പൂത്തോട്ടയ്ക്കായിട്ടാണ് വന്നത്. അവിടെ വന്നിട്ട് നമുക്ക് ബോട്ട് കയറി വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട്. അങ്ങനെ പൂത്തോട്ടയിൽ വന്നിട്ട് അവിടെ നിന്ന് ബോട്ട് കയറി നമ്മൾ നേരെ അരയങ്കാവ് ാണ് അടുത്ത്. നമുക്ക് പെരുമ്പളത്തും അടുക്കാം. അതിൽ ഒത്തിരി നടപ്പുള്ള കാരണം നമ്മൾ അമ്മയുടെ വീട്ടിലേക്കാണല്ലോ പോകുന്നത്. അപ്പോൾ അത് കാരണം അരയങ്കാവ് ജെട്ടിയിൽ ഇറങ്ങിയിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനത്തെ ബോട്ടൊക്കെ ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോയിട്ടാണ്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിരിക്കും ടാറ്റാ.